കുട്ടികളൊക്കെ സ്കൂൾ അടിച്ച് വീട്ടിലിരിക്കുമല്ലേ, അപ്പോൾ ഇതുപോലെയാണല്ലോ അവലും ശർക്കരയും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് എടുത്ത് കഴിച്ച് നോക്കാം കേട്ടോ. വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്ക് വെയിറ്റും വയ്ക്കും, നമുക്ക് വൈകുന്നേരങ്ങളിൽ സ്നാക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എണ്ണ ഒന്നും വേണ്ട കേട്ടോ. അപ്പം ഒരുപാട് ദിവസത്തേക്ക് ഇത് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ തീർന്ന അറിയത്തില്ല കേട്ടോ, അത്രയ്ക്ക് രുചിയാണേ. അപ്പോൾ ഇതുപോലെ കുറച്ച് കടലുണ്ടല്ലോ, ഈ കടല നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാവേ. ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അവൽ സാധാരണ വെളുത്ത അവലോ അല്ലെങ്കിൽ നമുക്ക് സാധാ ചുവന്ന അവലുണ്ടല്ലോ, ഏത് അവലാണെങ്കിലും മതി, അവലായാൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ഏകദേശം ഒരു 3/4 കിലോളം വരുന്ന രീതിയിൽ അവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വറുത്തെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുക്കാവേ. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടാനായിട്ട് എളുപ്പത്തിന് ജസ്റ്റ് ഒന്ന് കൊത്തി എടുത്തിട്ട് നമുക്കത് അടത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുക്കുവാണെങ്കിൽ നമുക്കത് തേങ്ങ ചിരണ്ടാനും പോകും വേണ്ട. നമുക്കിപ്പോൾ കുറച്ച് കൂടുതൽ അവലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് തേങ്ങ ചിരവി എടുക്കാനായിട്ട് പോകണതിൻ്റെ ബുദ്ധിമുട്ടുമില്ല. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ അമ്മമാർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ കേടാവാതെ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം, ഒരുപാട് നാളത്തേക്ക് ഇരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇനി ബാക്കി നമ്മൾ ആ ചിരണ്ടി വെച്ചേക്കുന്ന തേങ്ങയില്ലേ, ജസ്റ്റ് വറുത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് കേടാവാതിരിക്കുന്നത്. തേങ്ങ നമ്മളെല്ലാം തന്നെ ഒരുവിധ രീതിയിൽ വറുത്ത് എടുക്കുമല്ലോ, അപ്പം നല്ല ഡ്രൈ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിത് കേടാവാതിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ തേങ്ങ വറുത്തതും അവൽ വറുത്തതും കൊണ്ട് കൂടി ഞാൻ ഒരുമിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര പൊടിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ശർക്കരയൊക്കെ എടുത്ത് ഇങ്ങനെ പൊടിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെടുത്ത് കുറച്ച് ഞാനിപ്പോൾ ഒരു അരക്കട്ടയോളം ശർക്കരയായിട്ട് എടുത്തേക്കുന്നത്. ഈ അരക്കട്ട ശർക്കരയിലേക്ക് നമ്മൾ വെള്ളത്തിൽ വീഴുന്ന കുഞ്ഞ് ജീരകം ഒരു 2-3 ഏലക്ക കേട്ടോ, ഇത്രയും കൂടെ ചേർത്തിട്ട് ഈ ശർക്കര പൊടിച്ചെടുക്കണം. ഈ ശർക്കര നമ്മളിങ്ങനെ ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റും ആയിരിക്കും ഈ ഒരു ശർക്കരയുടെ ഒരു ഇതിന്. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയുണ്ടല്ലോ നമ്മളവിടെ വറുത്ത് വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കടലയിലേക്ക് നമ്മൾ കുറച്ച് എള്ള് കൂടെ ചേർത്ത് കൊടുക്കാം. ഈ എള്ളും കടലയും കൂടി നമ്മളിങ്ങനെ വറുത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വെയിറ്റ് വെക്കാൻ നല്ലതാണ്. അയൺ കുറവുണ്ടല്ലോ, ബ്ലഡ് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. പിന്നെ പ്രസവിച്ചെടുക്കുന്ന കുട്ടികൾക്കൊക്കെ മുലപ്പാൽ ഉണ്ടാവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങളിത് ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ശരീരത്തിന് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഞാനിപ്പോൾ ആ കടലയും എള്ളും കൂടി അതും പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ പൊടിച്ചെടുത്ത് വച്ചേക്കുന്നതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന അവലുണ്ടല്ലോ, ആ അവൽ നമുക്ക് മിക്സിയുടെ ജാറിൽ അതും ജസ്റ്റ് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കടല എള്ളും പൊടിച്ചു, ശർക്കരയും ജീരകവും ഏലക്കയും കൂടി പൊടിച്ച് മാറ്റി വെച്ചേക്കണതിൻ്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഈ കാണുന്ന അവലും കൂടി പൊടിച്ചങ്ങോട്ട് കൂട്ടിയിടുക കേട്ടോ. ഇങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുറച്ച് കൂടുതലൊക്കെയാണ് വറുത്ത് വെച്ചേക്കുന്നതെങ്കിൽ വറുത്ത് വെച്ചേക്കുന്നത് കംപ്ലീറ്റും ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പൊടി കിട്ടുകയും ചെയ്യും. നമ്മൾ ഈ പൂരൊക്കെ വറുത്തൊക്കെ കഴിക്കത്തില്ലേ, അതിലും ടേസ്റ്റ് ഉണ്ട്. പൂരപ്പൊടി മാറി നിൽക്കും, കാരണം അത്രയ്ക്ക് രുചിയായിട്ടുള്ള ഒരു ഇതാണിത്. അപ്പം ഞാൻ ഏകദേശം ഒരു കിലോളം എടുത്ത് അവൽ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഫുള്ളും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിൽ കറക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടില്ലേ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് പൊടികളും എല്ലാം കൂട്ടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളൊന്നെടുത്ത് കഴിച്ച് നോക്കിക്കേ. ഇത് പാത്രം കാലിയാവണം അറിയത്തില്ല. 1 കിലോയൊക്കെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലോ കുട്ടികൾ കുറച്ച് വീതം പാത്രത്തിൽ കൊണ്ടിട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീരണറിയില്ല, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. എന്നാൽ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ്. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ ഇപ്പോൾ നല്ല മഴക്കാലമൊക്കെ ആകുമ്പോൾ നമുക്ക് ചായയുടെ ഒക്കെ കൂട്ടത്തിൽ ഉണ്ടാക്കിയെടുത്ത് വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം എണ്ണ പലഹാരമൊക്കെ കുട്ടികൾക്ക് അധികം കൊടുക്കാണ്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ കേടുമാവില്ല, നമുക്ക് ഒരുപാട് നാളത്തേക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ചെറിയ എയർടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കുകയോ വെളിയിലെടുത്ത് വയ്ക്കുകയോ എങ്ങനെ എടുത്ത് വെച്ചാലും കേടാവാതിരിക്കും. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നല്ലൊരു വീഡിയോ വേണ്ടി കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാരും ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ ടിപ്സ് മേടിച്ചിട്ട് പേജ് ഫോളോ ചെയ്യാം.